അപ്പോൾ ഇവിടെ കഞ്ഞി നല്ല ചൂടിൻ്റെ കഞ്ഞി ഇങ്ങനെ വിളമ്പുണ്ട്. മീനൊക്കെ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പം ചമ്മന്തി ഉണ്ട്, ഇളമ്പക്ക ഫ്രൈ, ചെമ്മീൻ പൊടി ഉള്ളത്, ചെമ്മീൻ പൊടി, ഇതൊന്ന് പച്ചടി, അച്ചാറ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലോക്കൽ ഡെസ്റ്റിനേഷൻസ് വിത്ത് മുബീന. ഞാനിപ്പോൾ ഉള്ളത് ഇനിയൊരു കടയുടെ മുന്നിലാണ്. അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളിവിടെ ഒരു ഉച്ചക്കൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ഇത് തൃക്കരിപ്പൂർ അഴീക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാനിതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ല കഞ്ഞിയും നല്ല വലിയ വലിയ മീനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ എന്താണ്, ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ എന്ത് എക്സ്പീരിയൻസ് ആണെന്ന് അറിയില്ല. നമുക്കപ്പം അത് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ വരുന്ന സമയത്ത് ഈ മീനാണ് കേട്ടോ ബാക്കി ഉണ്ടായത്. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീനാണ് ഇങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ റെഡി ആയിക്കൊണ്ടത്. നല്ല മീറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്ക് 2:30 അപ്പോഴേക്ക് ഏകദേശം സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഉള്ള സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജുനൈദും ആബിയും ജംസിയും സെപ്പിയൊക്കെ ഉള്ളത് അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ വന്നപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് എന്നാൽ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. വിശന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുകയാണ്. നമുക്ക് കുറേ ഒന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. നമുക്ക് നോക്കിയിട്ട് ഇത് ആസ്വദിക്കാം. സത്യത്തിൽ ഞാനിന്ന് എൻ്റെ അനിയനുണ്ട്, നിങ്ങളിതുവരെ വീഡിയോ കാണാത്ത ഒരാളാണ്, ജുനൈദ്. കുറേ ആൾ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്, കുറേ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവനിപ്പോൾ കല്യാണം പ്രമാണിച്ച് 3.5 വർഷങ്ങൾക്ക് ശേഷം, കൊറോണ ഒക്കെ ആയിരുന്നു, 3.5 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് കഞ്ഞി കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളിതിങ്ങനെ അന്വേഷിച്ച് ഇവിടെ എത്തിയത്. കുറേ ആയിട്ടുണ്ടല്ലോ അല്ലേ? എത്ര മണി വരെ ഉണ്ടാവും? ഏകദേശം സമയം നമുക്ക് തീരുമല്ലേ? പിന്നെ അത് വെക്കുമോ? രാത്രി ഉണ്ടോ? രാത്രി ഇല്ല, രാവിലെ 9 മണിക്ക് വന്നാൽ പിന്നെ 3 4 മണി കുറേ ആൾക്കാർ, കുറേ 2 മണിക്കാർ ഇവിടെ ആൾക്കാർ കുറേ കുറേ ആൾക്കാർ ടിവിയിലുള്ള ആളുകൾ കുറേ ആൾ കഞ്ഞിക്കല ഇല്ലാതെ മുടങ്ങിപ്പോകുന്നല്ലേ? ഞങ്ങളിപ്പം കുറച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടയില്ല. ഇത് ക്ലോസ് ചെയ്തിട്ടോ കഴിഞ്ഞ കൊടുക്കാൻ. ചേച്ചിയുടെ പേര്? നിങ്ങളുടെ അടുത്ത് തന്നെ? ഞങ്ങള് പയ്യന്നൂർ, അത് പഞ്ചായത്ത്. സംഭവം ഇതൊക്കെ കിട്ടിയപ്പോ നമ്മുടെ സാധനമായി നല്ല പ്രധാനപ്പെട്ട ഐറ്റം വരാനുണ്ട്. ഇപ്പൊ ജംസ് പറഞ്ഞപ്പോ ഓർമ്മ വന്നത്. ചെമ്മീൻ പൊടിക്കാൻ ടേസ്റ്റ്. സംഭവം മീൻ വരാനൊന്നും കാത്തു നിൽക്കുന്നില്ല, തുടങ്ങാണേ. എങ്ങനെയുണ്ട്? ജംസിയെ വഴി പറഞ്ഞു. ചെമ്മീൻ പൊടി മീൻ വരുമ്പോ കഞ്ഞി
സംശയമുണ്ട്. അന്നില്ല കേട്ടോ, അവിടെ കഴിഞ്ഞില്ല, ഡോർ ക്ലോസ് ചെയ്തു. ഇതിലിപ്പം ചമ്മന്തി ഉണ്ട്, ഇളമ്പക്ക ഫ്രൈ, ചെമ്മീൻ പൊടി ഉള്ളത്, ചെമ്മീൻ പൊടി, ഇതൊന്ന് പച്ചടി, അച്ചാറ്, പത്ത് മീൻ നോക്കിയ ഇതിപ്പോ നമ്മൾ കീമിൽ കണ്ടില്ലേ, അടുപ്പിൽ കണ്ട സാധനമാണ്. എത്തുന്നില്ല, പക്ഷെ ഇവിടെ മടിയിലുണ്ടെങ്കിൽ തീരെ ഒന്നില്ല. അപ്പൊ തരാം കടയിൽ ചെറിയൊരു പ്ലേറ്റ് തരുമോ? ആ ചെറുത് ബാബ കൊടുക്കാൻ. അതിന്റെ മസാല ഒക്കെ നല്ല ഇതിലെ ഏതാ മസാല പരത്തി വെക്കും. നമ്മൾ വരുന്ന സമയത്ത് ഈ മസാല പുരട്ടി പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഏത് മീനാന്ന് വെച്ചാൽ എടുത്ത് പൊരിച്ചിടും. പക്ഷെ നമ്മൾ വരുന്നപ്പോൾ ഇതേ ഉള്ളൂ ഉള്ളത്. കുറേ ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത് വന്ന ആക്രാന്തത്തില് നമ്മളൊക്കെ തിന്നത് അതിന് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഫുള്ളായി, വയറ് ഫുള്ളായി. നമ്മളിത് ഏകദേശം ഇങ്ങനെ കഴിയാനായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിനാ? നിങ്ങള് ഞാൻ ഇതിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ കാസർഗോഡ്, കണ്ണൂര്, നമ്മുടെ പയ്യന്നൂര്, ആര്യയിലൊക്കെ ഇല്ല ആൾക്കാർക്ക് അടുത്ത് വന്ന് പോകാൻ പറ്റുന്നതാണ്. അല്ലാത്തവര് പയ്യന്നൂരോ കാസർഗോഡൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ വരാൻ പറ്റുമെങ്കിൽ എന്തായാലും വരണം കേട്ടോ. ഭക്ഷണം കഴിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പോലെ കേട്ടോ ഇറങ്ങുന്നത്. നമുക്ക് ഭക്ഷണം തന്ന് സാധാരണ ഹോട്ടലിൽ നിന്ന് ബില്ല് തന്ന് പോകുന്ന കണക്കല്ല. അവർ നമ്മളോട് സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി നമുക്കൊരു നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ള ഒരാളെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വരുന്നതൊക്കെയാണ്. അപ്പോൾ അവർ എനിക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ട്, ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലി ആയിട്ട് വരാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ അവരിവിടെ അത് സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ നമ്പർ വാങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് വരാനാണ്. കാരണം ഈ ഒരു 2 മണിക്കൊക്കെ എത്തുമ്പോൾ തന്നെ നമ്മുടെ ഫുഡ് കഴിഞ്ഞു പോവാണ്. അപ്പോൾ നമ്മൾ ഇത്ര ആളെയും കൊണ്ട് വരുന്നുണ്ട്, നമുക്കൊന്ന് സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഇവർ സെറ്റ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാണ്. ഞാൻ നമ്പർ കൊടുക്കാം. മുത്തലിബ് എന്നാ പേര്. മുത്തലിബ് ചാനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേരുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരിവിടെ സെറ്റ് ചെയ്ത് തരും. അപ്പം എല്ലാം കൊണ്ടും ഇതാട്ടോ നമ്മളെ കഞ്ഞിഹട്ട് SMS ഹോട്ടൽ അഴീക്കാൽ എന്നാണ് കേട്ടോ. തൃക്കരിപ്പൂര്, പയ്യന്നൂര് തൃക്കരിപ്പൂര് അഴീക്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. അപ്പം ഇതാണ് നമ്മളെ SMS ഹോട്ടലാണ്. നമുക്കൊരു കഞ്ഞിഹട്ട് എന്ന് പറയാം, അത് ഇവിടെയാണ്. അപ്പം വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞ് നല്ല സന്തോഷത്തോടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം, വീണ്ടും വരാനായിട്ട് പോവാം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് ഇവിടെ വന്നപ്പം ഇവിടുത്തെ ആംബിയൻസും ഫുഡിൻ്റെ ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഞാൻ പോവുകയാണ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.